ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നേരെ ഫ്ലെയിമിലേക്ക് വെക്കാം. നമ്മുടെ ഈ ചോക്ലേറ്റ് സോസ് നല്ലപോലെ ചൂടായി തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. ഒരു 25 ഗ്രാം ചോക്ലേറ്റ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വീണ്ടും തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെയും കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ തിളവന്ന് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മധുരം ചേർക്കുന്നില്ല. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ആ ചോക്ലേറ്റ് സോസ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇതേപോലെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ നട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ മിക്സ് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ അടച്ച് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ച് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബൗളിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റി ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.